അപ്പോൾ ആ കൗശീതക ബ്രാഹ്മണോപനിഷത്ത് മലയാളം ഞാൻ എൻ്റെ കോപ്പി അയച്ചിരുന്നു, അത് കണ്ടില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗത്ത് ഇങ്ങനൊരു കഥയുണ്ട്. ദിവോദാസൻ എന്നു പേരായ ഒരാളുടെ പുത്രൻ പ്രദർധനൻ, ഇദ്ദേഹം യുദ്ധം ചെയ്ത് ആ സാമർഥ്യം കൊണ്ട്, ആ പൗരുഷം കൊണ്ട് ഇന്ദ്രലോകത്തിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് ഇന്ദ്രൻ ഇദ്ദേഹത്തെ സ്വീകരിച്ച് സന്തുഷ്ടനായിട്ട് ഇഷ്ടമുള്ള ഒരു വരം വരിച്ചുകൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട് പ്രദർധൻ ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് ഏറ്റവും ഹിതമായത് യാതൊന്നോ അതിനെ അങ്ങ് എനിക്ക് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പ്രദർധനോട്, ഞാൻ പ്രാണനാകുന്ന പ്രജ്ഞാത്മാവായിരിക്കുന്നു, ആ എന്നെ ആയുസ്സും അമൃതവും ആണെന്ന് നിശ്ചയത്തോടുകൂടി ഉപാസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ സന്ദർഭം. ഇതിനെയാണ് പ്രദർധന അധികരണം. അത് പ്രദർധനനുമായിട്ട് സംബന്ധപ്പെട്ട ആ ഒരു ഉപനിഷത്തിലെ ഈ ഭാഗമായതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ദ്രൻ പ്രദർധനോട് പറഞ്ഞു, എന്നെ ഉപാസിച്ചുകൊള്ളൂ. ഒന്നാമത്തെ. രണ്ട്, ഞാൻ പ്രാണനാകുന്ന പ്രജ്ഞാത്മാവായിരിക്കുന്നു. ഒന്ന്, ഞാൻ പ്രാണനാണ്. രണ്ട്, ഞാൻ പ്രജ്ഞാത്മാവാണ്, എന്നെ ഉപാസിച്ചു കൊള്ളുക. ഇങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഉപാസിക്കുന്നവർക്ക് ആയുസ്സും അമൃതവും ആയിട്ട് ഉപാസിച്ചു കൊള്ളുക. ഇങ്ങനെ ഉപാസിക്കുന്നവർക്ക് ഏറ്റവും ഹിതമായിട്ടുള്ള എന്തോ ആ മുക്തി തന്നെ ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മുക്തി ലഭിക്കുവാൻ ഇന്ദ്രനെ ഉപാസിക്കുക എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ പ്രാണനായിരിക്കുന്ന ഇന്ദ്രനെ ഉപാസിക്കുക എന്നും പ്രജ്ഞാത്മാവായിരിക്കുന്ന, അതായത് ആത്മ, ഈ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള വാക്കാണ് പ്രജ്ഞാത്മ. ആത്മാ, പ്രജ്ഞാസ്വരൂപമായ ആത്മാ എന്ന്. പ്രജ്ഞാത്മാവുമായിരിക്കുന്ന പ്രാണനുമായിരിക്കുന്ന ഇന്ദ്രനെ ഉപാസിക്കുക. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാകുന്നത്, നമുക്കറിയാം ഇന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്. അപ്പോൾ ഇന്ദ്രനെക്കുറിച്ച് ധാരാളം കഥകൾ, മന്ത്രങ്ങൾ എല്ലാം ഉണ്ട്. അതിലൂടെ ഇന്ദ്രൻ നമുക്ക് ദേവതയാണ്, ഇന്ദ്രലോകത്തിൻ്റെ നാഥനാണ്, പ്രകാരമുള്ള എല്ലാം അറിയാം. അങ്ങനെയുള്ള ഇന്ദ്രനെ, ഇതിനെ പറയുന്നത് ദേവതാസ്വരൂപമായിട്ടുള്ള ഇന്ദ്രനെ ഉപാസിച്ചു കൊള്ളുക എന്നാണ് അവിടെ പറയുന്നതായിട്ട് ആദ്യം നമുക്ക് തോന്നുക. രണ്ടാമത്, ഈ ഇന്ദ്രൻ തന്നെ പറയുന്നു, എന്നെ ഉപാസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മുക്തി നൽകുവാൻ ഈ ഉപാസന നിനക്ക് മുക്തി ലഭിക്കും എന്നുള്ള അർത്ഥത്തിലേക്കാണ് അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ദേവതാരൂപമായ ദേവേന്ദ്രനായി ഇന്ദ്രനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുക്തി സാധ്യമാകും? അതൊരു സംശയമായിട്ട് അവിടെ കിടക്കുന്നു. അപ്പോൾ രണ്ടാമതായിട്ട്, എന്നെ പ്രാണനായിട്ട് ഉപാസിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഈ പ്രാണൻ നമുക്കറിയാവുന്ന നമ്മുടെ ദേഹവർത്തിയായിട്ടുള്ള പ്രാണനാണ്. അപ്പോൾ ഈ പ്രാണനെ ഉപാസിച്ചു കൊള്ളുക എന്ന് തന്നെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പം ഞാൻ പ്രാണസ്വരൂപമാണ് എന്നാണല്ലോ ഇന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രാണനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുക്തി സാധ്യമാകും? അതേമാതിരി മൂന്നാമതുള്ള ഒരു പ്രയോഗമാണ് പ്രജ്ഞാത്മാവായ എന്നെ ഉപാസിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ പ്രാണനും പ്രജ്ഞാത്മാവും കൂടെ ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാണനും പ്രജ്ഞാത്മാവുമായിരിക്കുന്ന എന്നെ ഉപാസിച്ചു കൊള്ളുക എന്നുള്ള പ്രയോഗം വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രാണനും പ്രജ്ഞാത്മാവും എന്ന് പറയുമ്പോൾ ഒരു ആധ്യാത്മികമാണ്, അതായത് ഒരു ദേഹവർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന, അവനവനിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതേസമയം ഇന്ദ്രനാവട്ടെ ഇന്ദ്രലോകവാസിയാണ്, ദേവതാസ്വരൂപമാണ്. അപ്പോൾ പ്രദർധനൻ ഇന്ദ്രനെ കണ്ടിട്ട് മുക്തിക്കുള്ള മാർഗം ഉപദേശിക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ പ്രജ്ഞാത്മാവായിട്ടും പ്രാണനായിട്ടും ഉപാസിച്ചു കൊള്ളുക, മുക്തി ലഭിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉള്ള ഈ സന്ദർഭത്തിൽ പ്രാണൻ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ബ്രഹ്മത്തെയാണോ ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രനെയാണോ ഉദ്ദേശിക്കുന്നത്? അതോ വായുവിനെയാണോ ഉദ്ദേശിക്കുന്നത്? വായുവികാരം പ്രാണൻ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ.
പിന്നെ ഇന്ദ്രൻ പറഞ്ഞത് ഇന്ദ്രനെ ഉപാസിക്കാനാണ് പറഞ്ഞത്. ഇന്ദ്രനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തെ ഉപാസിക്കുന്നതായിട്ട് എങ്ങനെ മാറും? ബ്രഹ്മത്തെ ഉപാസിക്കാതെ ഒരുവന് മുക്തി ലഭിക്കത്തില്ല എന്ന് ഇത്രയും കൊണ്ട് നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ദേവതാരൂപമായിട്ടുള്ള ഇന്ദ്രനെ ബ്രഹ്മമായിട്ട് ഉപാസിച്ചു എന്നതുകൊണ്ട് ഒരുവന് അതെങ്ങനെയാണ് അത് മുക്തിക്ക് കാരണമായി തീരുക? അപ്പോൾ ഈ മാതിരിയുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് സൂത്രങ്ങളുണ്ട്. 28 തൊട്ട് 31 വരെയുള്ള ഈ സൂത്രങ്ങൾ. അപ്പോൾ ഈ സൂത്രങ്ങൾ കൊണ്ട് ഇവിടെ പ്രാണനായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രൻ, പ്രാണൻ, പ്രജ്ഞാത്മ. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാത്മാവിനെ തന്നെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ് എന്നിവിടെ സമർത്ഥിച്ചിരിക്കുന്നു. അപ്പം അതിനുള്ള സൂത്രങ്ങളാണിത്. പ്രാണസ്തഥാനുഗമാത് സൂത്രം 28. പ്രാണഃ തഥാനുഗമാത്. അപ്പോൾ ഇവിടെ പ്രാണഃ തഥാ അനുഗമാത്. അനുഗമാത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ സന്ദർഭത്തിൽ എന്തിനെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈ കഥയിലെ, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പ്രദർദനൻ്റെ കഥയിലെ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ബ്രഹ്മം തന്നെയാണ് എന്ന്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ അതയേവ പ്രാണഃ എന്ന സൂത്രം കണ്ടു. അവിടെ നമ്മൾ ആനന്ദഃ അജരഃ അമൃതഃ എന്ന ബ്രഹ്മലിംഗം കാണുന്നതായിട്ടും പറഞ്ഞു. അപ്പോൾ അവിടെ പ്രാണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അത ഏവ പ്രാണഃ എന്ന് പറഞ്ഞ സൂത്രത്തിൽ. അപ്പോൾ വീണ്ടും പ്രാണനെ തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ട് പ്രാണസ്തഥാനുഗമാത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിടത്ത് പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും പ്രാണൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ തന്നെ എടുത്തുകൂടെയെന്ന്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കിടക്കുന്നത്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടുത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ പറയുന്നത് ഇന്ദ്രനെ ഉപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രനെ ഉപാസിക്കാൻ പറയുമ്പോൾ അത് പ്രാണോപാസനയാണോ ബ്രഹ്മോപാസനയാണോ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള സംശയങ്ങളായിട്ടത് മാറും. അതുകൊണ്ട് നമുക്കിങ്ങനെ കാണാം. അശോക് സാറ് ഒന്ന് അറിയിച്ചേക്കാമോ? ഇദം ശരീരം പരിഗൃഹ്യ ഉത്ഥാപയതി. ഈ ശരീരത്തെ എടുത്തുയർത്തി നിർത്തുന്നത് എന്നർത്ഥം കിട്ടുന്നു പ്രാണനെ കുറിച്ച്. അപ്പൊ ഇദം ശരീരം പരിഗൃഹ്യ. അപ്പം നമുക്ക് ഈ പ്രാണനെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ ഇദം ശരീരം പരിഗൃഹ്യ ഉത്ഥാപയതി. ഈ ശരീരത്തെ എടുത്തുയർത്തുന്നവനായിട്ട് നമ്മൾ അതിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പം പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ന വാചം വിജിജ്ഞാസീത വക്താരം വിദ്യാത് എന്ന് ഒരർത്ഥമുണ്ട്. അതായത് വാക്കിനെ പ്രാണനെന്നറിയണ്ട, വക്താവിനെ പ്രാണനെന്നറിഞ്ഞുകൊള്ളുക എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ന വാചം വിജിജ്ഞാസീത വക്താരം എന്ന്. വാക്കല്ല വക്താവിനെ പ്രാണനെന്നറിഞ്ഞുകൊള്ളുക. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാണനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രസിദ്ധാർത്ഥം എന്ന് പറയുന്നത് വായു പ്രാണൻ തന്നെയാണ്. അല്ല, പ്രാണൻ വായു തന്നെയാണ്. ഈ പ്രാണനെ ബ്രഹ്മലിംഗമായിട്ട് ഇവിടെ എങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അതാണ് ഇനിയിപ്പം നമുക്കിവിടെ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ബ്രഹ്മലിംഗ വാചകം തന്നെയാണ്. തഥാനുഗമാത് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം ആ അനുഗമം ആ സന്ദർഭം അതാകിയാൽ എന്ന്.
അതായത് ഉപക്രമത്തിൽ വരം ചോദിച്ചുകൊള്ളൂ, അതായത് പ്രദർദനോട് പറഞ്ഞിരിക്കുന്നത് വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുക്തിക്കുള്ള വരം എന്താണെന്നാണ് ചോദിച്ചത്, മുക്തിക്കുള്ള ഉപദേശം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ മുക്തിമാർഗമായിട്ടാണ് പ്രാണോപാസന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി എന്നെ ഉപാസിച്ചുകൊള്ളൂ എന്ന് സ്വയം ഇന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ചേർത്ത് ഒന്നാകെയായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ അതിനകത്ത് ഒന്ന് മാത്രം അടർത്തി മാറ്റി കാണാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ മുക്തിക്കുള്ള മാർഗമായിട്ട് പ്രാണനെ കുറിച്ച് പറയുന്ന ആ ഘട്ടത്തിൽ പ്രാണോപാസന ചെയ്ത് അന്ധക്കരണ ശുദ്ധി ചെയ്ത് അങ്ങനെ പോകുന്ന ആ ക്രമത്തെക്കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഉപാസന എന്ന് പറയുന്നതൊക്കെ ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന പ്രാണായാമം ഇതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അറിയുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇവിടുത്തെ ഉപാസന പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രാണോപാസന എന്ന് പറഞ്ഞാൽ പ്രാണനെ അറിഞ്ഞിട്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ അതായത് ഇവിടുത്തെ നമ്മുടെ ഈ ഉപക്രമം തുടങ്ങിയിട്ടുള്ള ഈ ഒരു വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം. ഈ പ്രാണനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം. അതായത് ശ്വേതാശ്വതര ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ഥാ വിദ്യതേയനായ. അതായത് മുക്തിയെക്കുറിച്ച് അന്യസ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് നമ്മളിത് ചേർത്ത് നോക്കണം. അപ്പോൾ മുക്തിയെക്കുറിച്ച് അന്യദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നാന്യപന്ഥ അയനായ വിദ്യത്തെ എന്നാണ്. അതായത് മറ്റൊരു മാർഗമില്ല അറിയുവാൻ. അതിനെന്താ? തമേവം വിദിത്വ അതിമൃത്യുമേതി. അതായത് ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് മാത്രമേ മരണത്തെ അതിക്രമിക്കുവാൻ സാധ്യമാവുന്നുള്ളൂ, മറ്റൊരു മാർഗമില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ മുക്തിക്കുള്ള മാർഗം എന്ന് പറയുന്നത് ആത്മാവിനെ അറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രൻ പറയുന്നത് പ്രാണനെ അറിയാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാ തന്നെയാണ്. ഇനി വേറൊരു മന്ത്രം നോക്കാൻ, കൗശീതക ഉപനിഷത്തിൽ തന്നെയുള്ളത്. സയോ മാം വേദ നഹ വൈതസ്യ കേനചന കർമ്മണാ ലോകോ മീയത്തെ നസ്തേയേന ന ഭ്രൂണഹത്യയാ. അതായത് ആ കൗശീതക ഉപനിഷത്ത് തുടങ്ങുന്ന ആ ഭാഗത്ത് തന്നെയുള്ളതാണ്. ഇപ്രകാരം എന്നെ ബ്രഹ്മസ്വരൂപമായിട്ട് യാതൊരുവൻ സാക്ഷാത്കരിക്കുന്നുവോ അവന് കേനച്ചന കർമ്മണ ലോകോമീയത്തെ, അവന് ഭ്രൂണഹത്യാദോഷമെന്നോ മാതൃഹത്യാദോഷമെന്നോ പിതൃഹത്യാദോഷമെന്നോ ഇങ്ങനെ പറയപ്പെടുന്നതായിട്ടുള്ള പഞ്ചമഹാപാപങ്ങളോ അല്ലെങ്കിൽ ഉപപാപങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പാപങ്ങൾ ഇവൻ്റെ മുക്തിക്കൊരു തടസ്സമാവുന്നില്ല എന്നാണ് പ്രയോഗം. എന്ന് പറഞ്ഞാൽ പാപബാധ ഇവരുണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജ്ഞാനാനന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ഭ്രൂണഹത്യ തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾക്ക് ഫലം അനുഭവിക്കത്തില്ലയോ എന്നുള്ളതല്ല ഡിസ്കഷന്. പകരം മുക്തിക്ക് തടസ്സമാവത്തില്ല അതുവരെയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം മുക്തി അനന്തരം കർമ്മമില്ല. ജ്ഞാനിക്ക് കർമ്മമില്ലാത്തതിനാൽ മുക്തി അനന്തരം പാപം എന്ന് പറയുന്ന ഒന്നില്ല. അതേമാതിരി പുണ്യം എന്ന് പറയുന്നതുമില്ല. അങ്ങനെ വരുമ്പോൾ മുക്തിക്ക് മുമ്പുള്ള കർമ്മഫലം ഈ വ്യക്തിയെ ബാധിക്കുമോ? അത് പാപം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്കത് ദോഷമായിട്ട് തീരുന്ന ദുഃഖം കൊണ്ടുവരുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അവശേഷിക്കുമോ? അത് അനുഭവിച്ച് തീർന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ടോ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടോ അതല്ല എങ്കിൽ അതിന് തക്ക വിധത്തിലുള്ള പുണ്യമാർജിച്ചിട്ടോ അതിനുശേഷം മനസ്സ് ശുദ്ധമായിട്ട് അതിനുശേഷം ജ്ഞാനം നേടിയിട്ട് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് ഇന്ദ്രനിവിടെ മറുപടി പറയുകയാണ്, നേരിട്ട് ജ്ഞാനം നേടുക, ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം നൽകുന്ന മുക്തിക്ക് ഇതുവരെയും ചെയ്ത മഹാപാപങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും, അത് പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും അവർ തടസ്സമായി കൊടുക്കും. അതാണ് നസ്തേയേന ന ഭ്രൂണഹത്യ. അത് കളവാകട്ടെ, സ്തേയം കളവാകട്ടെ അല്ലെങ്കിൽ ഭ്രൂണഹത്യാവട്ടെ, ഇങ്ങനെയുള്ള ഒന്നും തന്നെ ബാധിക്കത്തില്ല എന്ന്. പണ്ടുകാലത്ത് ഈ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള നമ്മുടെ ഈ അബോർഷനെ അല്ല ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയെ തന്നെ കൊല്ലുക, അതായത് വംശനാശം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. അതാണ് അന്നത്തെ സ്ഥിതിയിലെ ഭ്രൂണഹത്യ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്.
ഇന്ന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ അബോർഷനൊക്കെ എന്ന് പറയുന്നത് അതിഭ്രൂണഹത്യയുടെ ഈ പാപമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. മറ്റേത് നമ്മൾ കാണാമല്ലോ, ഈ നമ്മുടെ അശ്വത്ഥാമ അവിടെ നടത്തുകയാണ് ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. വംശനാശം വരണമെന്നുള്ള ആ ഉദ്ദേശത്തോട്. ഇപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇപ്രകാരം മുക്തി നേടുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ ക്ഷീയന്തേ ചസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ അസ്യ കർമാണി തസ്യ കർമാണി ക്ഷീയന്തേ, അവൻ്റെ കർമ്മങ്ങൾ മുഴുവൻ അവിടെ ക്ഷയിക്കുന്നു. തസ്മിൻ ദൃഷ്ടേ പരാവരേ, പരവും അപരവുമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയുന്നവൻ്റെ മുഴുവൻ കർമ്മങ്ങളും അവിടെ ക്ഷയിക്കുന്നു. അതായത് കർമ്മങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ മുക്തനായി. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമി കർമ്മം, ഈ പറഞ്ഞിരിക്കുന്ന 3 കർമ്മങ്ങളുടെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ ഈ ബാധ എന്ന് പറയുന്നത് പ്രാരബ്ധത്തിനെയാണ് ബാധ എന്ന് പറയുന്നത്. കാരണം പ്രാരബ്ധമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. സഞ്ചിതം എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. എത്രയുണ്ടെന്നോ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ എപ്പോൾ വരുമെന്നോ ഒന്നും അറിയാത്ത സ്ഥിതി കിടക്കുന്നതാണ് ഈ സഞ്ചിതം എന്ന് പറയുന്നത്. കൂട്ടിവെച്ചിരിക്കുന്ന നമ്മുടെ അറിവിൽ കൂട്ടിവെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷേ അറിയാത്തത് എത്രയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ സഞ്ചിതത്തെക്കുറിച്ച് ഓർത്ത് ആരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പിന്നുള്ളതെന്ന് പറയുന്നതാണ് ആഗാമി എന്ന് പറഞ്ഞാൽ ഇനിയും ചെയ്യുന്ന ഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യം. വന്നിരിക്കുന്നത് ഇപ്പം പ്രാരബ്ധം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കിട്ടിയത് പ്രാരബ്ധവും നാളെ വരാൻ പോകുന്നത് ആഗാമി എന്ന് വിചാരിക്കരുത്. നാളെ വരുന്നതും പ്രാരബ്ധത്തിൻ്റെ ഭാഗമാണ്. മറ്റന്നാൾ വരുന്നത്, അതായത് ഈ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെയുള്ള കർമ്മഫലങ്ങൾ ജനറലായിട്ട് ഒരളവുണ്ട്. ആ അളവിനുള്ളിലാണ് ബാക്കിയുള്ളതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ആ പ്രാരബ്ധം എന്ന് പറയുന്നതാണ് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കർമ്മഫലങ്ങൾ. ആ കർമ്മഫലങ്ങളിൽ പാപഫലമുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയുള്ളപ്പോൾ മുക്തി ഒരുവന് ലഭിക്കുമോ? അപ്പം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്ഷീയന്തേ ചാസ്യ കർമാണി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ജ്ഞാനി ഈ തത്വത്തെ, പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതോടുകൂടി അസ്യ കർമാണി ക്ഷീയന്തേന്ന, അതുവരെയുള്ള സർവ്വകർമ്മങ്ങളും ക്ഷയിക്കുന്നു. അതുകൊണ്ട് കർമ്മക്ഷയം എന്ന് പറഞ്ഞാൽ കർമ്മഫലക്ഷയം, അതെല്ലാം ക്ഷയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനിമേലിൽ ഇദ്ദേഹത്തിന് കർമ്മം ഉണ്ടാവത്തില്ല എന്നുള്ളതല്ല, ഇതുവരെയുള്ള കർമ്മഫലവും ക്ഷയിക്കുന്നു, വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്ന്. അപ്പം ചുരുക്കത്തിൽ ഈ ജ്ഞാനം കൊണ്ടുള്ള മുക്തിക്ക് കർമ്മം ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് സാരം. ഇവിടെ നമ്മൾ ഇതിനെടുക്കേണ്ടത്, അതായത് പാപഫലങ്ങൾ മാത്രം ബാധിക്കുന്നില്ല, പുണ്യഫലങ്ങളൊക്കെ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പുണ്യപാപേ എന്നുള്ള രണ്ടുമുണ്ട് കേട്ടോ. പുണ്യവും ഇല്ല പാപവും ഇല്ല എന്നുള്ളത്. അല്ലാതെ ഒന്ന് മാത്രം സ്വീകരിക്കുകയും മറ്റേത് സ്വീകരിക്കാതിരിക്കുകയും അത് സാധ്യമല്ല എന്നുള്ളത്. ഇത് ഈ ഉപനിഷത്തിൻ്റെ തന്നെയാണെങ്കിൽ ഇതിന് ഈ ഉപദേശം പോകുന്നതിൻ്റെ പോകുന്നതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: സനസാധുന കർമ്മണ ഭൂയാൻ ഭവതി നോയേവ അസാധുന കർമ്മണ കനീയാൻ യേഷ ഹ്യേവ സാധു കർമ്മ കാരയതി തം യമേഭ്യോ ലോകേഭ്യ ഉന്നിനീഷത്തെ എന്ന്. അപ്പൊ സത്കർമ്മത്താൽ ഇവൻ ഉയർന്നവനോ പാപകർമ്മത്താൽ താണവനോ ആകുന്നില്ല എന്ന്. ആര്? ജ്ഞാനി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബാധയും ഇവനുണ്ടാവാത്തതിൻ്റെ കാരണം ഒരുവനെ സത്കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ച് അവനെ ഉദ്ധരിക്കുന്നതും ഒരുവനെ പാപകർമ്മത്തിലേക്ക് നയിച്ചുകൊണ്ട് അവനെ ദുഃഖിയാക്കി തീർക്കുന്നതും എല്ലാം ഈശ്വരൻ തന്നെയാണല്ലോ. ആ ഈശ്വരൻ ഇവൻ്റെ ആത്മാവാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ്റെ ആത്മാസ്വരൂപമാണ് ഈശ്വരൻ. അതുകൊണ്ട് സ്വയം ഈശ്വര സ്വരൂപമാണ് എന്ന് സാരം. അതായത് ആത്മാവെന്ന് ഈശ്വരൻ എന്നുള്ള ഭേദമൊന്നുമില്ല. അത് ആ ആത്മാവായിട്ട് സ്വയം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി പിന്നെ ഈ ലോക നിയമങ്ങൾക്ക് വിധേയനായിട്ടുള്ളതല്ല എന്ന് സാരം. നിയാമക സ്ഥാനത്താണ് നിൽക്കുന്നത്, നിയമവിധേയൻ എന്നുള്ള സ്ഥാനത്ത് അല്ല.
ഇവൻ പിന്നെ ലോകാധിപനും ലോകേശ്വരനുമാകുന്നു എന്നാണ് ശ്രുതി ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് സ്വരാജ്യ സാമ്രാട്ട് എന്നൊക്കെയുള്ള പ്രയോഗം വരുന്നത്. അതുകൊണ്ട് ഇത് സബ്രഹ്മ സ ശിവ സ ഹരിസേന്ദ്ര സ്വക്ഷര പരമസ്വരാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയെക്കുറിച്ച് തന്നെയാണ്. കാരണം ആത്മാവിനെക്കുറിച്ച് എന്ത് പറയുന്നു, ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവൻ ബ്രഹ്മമാകും. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതായി ഈ വ്യക്തി സബ്രഹ്മ എന്ന് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചോ ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ മന്ത്രം ഉണ്ടല്ലോ, സബ്രഹ്മ സ ശിവ, ശിവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സ ഹരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനിയുടെ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനിയെക്കുറിച്ചല്ല എന്ന് പറയരുത്. ജ്ഞാനി സാക്ഷാത്കരിക്കുന്നത് അഹമേവ ആത്മാ എന്നാണ്. അതുകൊണ്ട് ജ്ഞാനിയെയും ജ്ഞാനിയുടെ ആത്മാ എന്ന് പറയുന്ന രണ്ടില്ല. അപ്പം ജ്ഞാനി സ്വയം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? സബ്രഹ്മ സ ശിവ സ ഹരി എന്നുള്ളിടത്ത് സ എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് അഹം ബ്രഹ്മ, സ ശിവ എന്നുള്ളത് മാറ്റിയിട്ട് അഹം ശിവ. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇത് അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇന്ദ്രഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹം ഇന്ദ്രഹ എന്ന് പറയുമ്പോൾ അഹം ശിവ അഹം ബ്രഹ്മ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ഇന്ദ്രഹ എന്നുള്ള ശബ്ദവും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മപര്യായമായിട്ട് നമുക്ക് അവിടെ ഇന്ദ്രശബ്ദത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയും കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിന് ഇവിടെ ഇപ്പോൾ ഈ പ്രാണനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു സൂത്രം അതിനോടനുബന്ധിച്ച് കിടപ്പുണ്ട്. ന വക്തുരാത്മോപദേശാത് ഇതി ചേത് അധ്യാത്മ സംബന്ധ ഭൂമാഹ്യസ്മിൻ. സൂത്രം 29. പ്രാണശബ്ദം പരബ്രഹ്മ വിഷയമല്ല എന്ന് പൂർവപക്ഷം പറയുകയാണ്. അപ്പോൾ അതിനെന്താ അതിന് ന്യായം എന്താ? അങ്ങനെ പൂർവപക്ഷി പറയാൻ എന്താണ് ന്യായം? പറയുന്നത് ഇന്ദ്രൻ പറയുകയാണല്ലോ പ്രദർദ്ധനോട്. എന്താ പറയുന്നത്? മാമേവ വിജാനീഹി, ഇതാണ് ഇന്ദ്രൻ പറഞ്ഞത്. അപ്പം എന്നെ അറിയുക എങ്കിൽ മുക്തി കിട്ടും. അങ്ങനെ പറഞ്ഞ ശേഷം പറയുകയാണ് പ്രാണോസ്മി പ്രജ്ഞാത്മ എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. ഞാൻ പ്രാണനാകുന്നു, ഞാൻ പ്രജ്ഞാത്മാവാകുന്നു. ഇപ്രകാരമാണ് പറയുന്നത്. ആ എന്നെ നീ അറിഞ്ഞുകൊള്ളുക എന്നാണ് പ്രദർദ്ധനോട് ഇന്ദ്രൻ പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ പ്രാണോസ്മി എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ഇന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രൻ്റെ പ്രാണനെയാണല്ലോ, അല്ലാതെ പ്രദർദ്ധനൻ്റെ പ്രാണനെയല്ലല്ലോ. അപ്പം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. തവ പ്രാണഹാസ്മി അഹം എന്നല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാണോസ്മി പ്രജ്ഞാത്മാ അഹം മാം ഉപാസ്വ എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വക്തുഹു ആത്മാ എന്ന്. അവിടെ വക്തുഹു എന്ന് പറഞ്ഞാൽ വക്താവിൻ്റെ, അവിടുത്തെ വക്താവ് ആരാ? ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രസ്യ ആത്മ. അപ്പോൾ അവിടെ പ്രാണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇന്ദ്രസ്യ പ്രാണഹ, ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇന്ദ്രസ്യ ആത്മ. അപ്പോൾ പ്രജ്ഞാത്മ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ എടുക്കേണ്ടത്? ഇന്ദ്രൻ്റെ ആത്മാവിനെ ധ്യാനിച്ചു കൊള്ളൂ എങ്കിൽ മുക്തി കിട്ടും. അങ്ങനെ അങ്ങ് എടുത്താൽ പോരെ എന്ന്. അപ്പം അവിടെ എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ട് ആ ഇന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രനെ നമുക്ക് പുരാണത്തിൽ അറിയാവുന്നതായ ഒരു ഇന്ദ്രനുണ്ടല്ലോ. പുരാണങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും വേദത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയൊക്കെ അറിയാവുന്നതായിട്ടുള്ള ഒരു ഇന്ദ്രനുണ്ടല്ലോ. ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് ത്വഷ്ടാവിൻ്റെ പുത്രനായ വിശ്വരൂപനെ സംഹരിച്ചവനായ ഇന്ദ്രൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അവിടെ ത്രിശിരസിൻ്റെ പുത്രനാണ് ത്വഷ്ട. അപ്പം ത്രിശിരസിൻ്റെ പുത്രനായ ത്വഷ്ടാവിനെ നിഗ്രഹിച്ചവനായ ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ, ഇങ്ങനെ എടുത്താൽ മതി. അപ്പം ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ സംഹരിച്ചവൻ, ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ സംഹരിച്ചവൻ ഞാനാകുന്നു എന്ന്. അതായത് ആ കഥയുണ്ട്. ഈ ഇന്ദ്രന് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് 3 ശിരസ്സുള്ള ഈ ഇദ്ദേഹത്തിനെ
ഈ വിശ്വരൂപനെ അവിടെ ആചാര്യനായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെ ആചാര്യനായിട്ട് സ്വീകരിച്ചപ്പോൾ ഈ വിശ്വരൂപന് ഇന്ദ്രന് വേണ്ടിയിട്ട് ഹവിസർപ്പിക്കുന്ന സമയത്ത് തന്നെ അസുരന്മാരുടെ ബലത്തിന് വേണ്ടിയിട്ട് മന്ത്രം ജപിച്ച് ഹവിസർപ്പിക്കുന്നതായിട്ട് ഇന്ദ്രന് മനസ്സിലായി. അത് ഇന്ദ്രന് തോന്നലല്ല, ഇന്ദ്രന് മനസ്സിലായി. അതായത് അദ്ദേഹത്തിന് ആ അസുര ഒരു ബന്ധവും കൂടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ദേവന്മാർക്ക് ബലം കിട്ടുന്ന പോലെ തന്നെ അസുരന്മാർക്കും ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഹവിസർപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് മൂന്ന് ശിരസ്സുള്ള 3 തലയുള്ളത് കാരണം ഈ ഓരോ തലയിലും മാറി മാറിയിട്ട് ഓരോരുത്തർക്കായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഇന്ദ്രൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വജ്രായുധം കൊണ്ട് ത്രിശിരസ്സൻ എന്ന് പറയുന്ന ഈ വിശ്വരൂപൻ്റെ ശിരസ് ഛേദിച്ചു. ഇതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേദത്തിലുള്ള കഥയാണ്. അപ്പം 3 തലയുള്ളവനും ത്വഷ്ടാവിൻ്റെ പുത്രനുമായ വിശ്വരൂപനെ ഞാൻ സംഹരിച്ചു. പിന്നെ അതേമാതിരി ഇന്ദ്രനെക്കുറിച്ച് വേറൊരിടത്ത് പറയുന്നുണ്ട്. അതായത് വേദാന്ത വിചാരം ചെയ്യാത്ത യതികളെ കാട്ടുനായ്ക്കളെ കൊണ്ട് കടിപ്പിച്ച് കൊന്നു, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതായത് യതികളാണ്, പക്ഷേ വേദാന്ത വിചാരമില്ല. പിന്നെ സമയം കളയാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോ യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വേദാന്ത വിചാരമാണ്. അത് ചെയ്യാതിരുന്ന ആ യതികളെ മൃത്യുവിന് കൊടുത്തു എന്നുള്ളതാണ് അർത്ഥം. അവർ കാട്ടുനായ്ക്കളെ കൊണ്ട് കടിപ്പിച്ച് കൊന്നു, ചെന്നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ച് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൃത്യു വന്നു. അപ്പോൾ അതിന് കാരണക്കാരൻ ഞാനായി. അപ്പോൾ അങ്ങനെയും ഇന്ദ്രൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രനാണ് ഞാൻ. ആ ഇന്ദ്രനെ ഉപാസിച്ചു കൊള്ളാനാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഇന്ദ്രൻ്റെ പ്രാണനെ ഉപാസിച്ചു കൊള്ളാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം മമാത്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ദേവത ഉപാസന തന്നെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. പ്രാണോവൈ ബലം. ഇനി അർത്ഥമാ ഇനിയിപ്പം നമ്മുടെ ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുണ്ട് പ്രാണോവൈ ബലം എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ അവിടെ ഇന്ദ്രനാണ് പ്രാണൻ എങ്കിൽ ആ നമ്മുടെ ദേഹത്തിന് കിട്ടുന്ന ബലം ഇന്ദ്രൻ്റെ തന്നെ ബലമാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും സംശയമില്ല. ഇനി ശരീരത്തിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ അവിടെ ബലം നൽകുന്നുണ്ട്. അപ്പോൾ ബലം നൽകുന്ന പ്രാണൻ എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ കിട്ടുന്നുമുണ്ട്. യാവത് യസ്മിൻ ശരീരേ പ്രാണഹ വസതി താവതായുഹു. അപ്പം എത്ര കാലം പ്രാണൻ ഈ ദേഹത്തുണ്ടോ അത്ര കാലം ആയുസ്സും ഉണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ ആണ് ആയുസ്, ആ പ്രാണൻ ആണ് ബലം. ആ പ്രാണനെ ഉപാസിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് ഇന്ദ്രൻ്റെ പ്രാണനെ ഉപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എടുത്തൂടെ എന്ന്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ പ്രാണൻ, ഇന്ദ്രൻ്റെ ആത്മാ എന്ന രീതിയിൽ ദേവതാ ദൃഷ്ടിയിലല്ല കാണേണ്ടത്. പകരം ഇനിയിപ്പം വരാൻ പോകുന്ന ഫലഭാഗത്തും ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് കാണാം. ഇത് പ്രാണനെന്ന് ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭം, അതായത് സ്പഷ്ട ബ്രഹ്മലിംഗ വാചകമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രാണൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ബ്രഹ്മത്തെ തന്നെയാണ് എന്നിവിടെ നമ്മൾ സമർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? തഥാസ്തിത്വേച പ്രാണാനാം നിശ്രേയസം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ആശ്രയം പ്രാണനാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രാണനാകുന്ന പ്രജ്ഞാത്മാവ് തന്നെ ഈ ശരീരത്തെ പിടിച്ച് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ഭാഗത്ത് ഓരോരുത്തരുടെ ദേഹത്തിലും ഏതൊരു പ്രാണനാണോ ഉള്ളത് തീർച്ചയായിട്ടും ആ പ്രാണൻ തന്നെയാണ് ആ ശരീരത്തിൻ്റെ ബലമായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഈ പ്രാണനെ എങ്ങനെ ബ്രഹ്മമായിട്ട് നമുക്ക് കാണാം എന്ന് അതിനുള്ള മന്ത്രം ഇതാണ്. തദ്യഥാരഥസ്യാരേഷു നേമിരർപ്പിത നാഭാവര അർപ്പിത ഏവമേവൈത ഭൂതമാത്ര പ്രജ്ഞാമാത്ര സ്വർപ്പിതാഃ പ്രജ്ഞാമാത്ര പ്രാണേർപ്പിതാഃ സയേഷ പ്രാണയേവ പ്രജ്ഞാത്മാ. എപ്രകാരം തേരിൻ്റെ ആരക്കാലിൽ കൂടം കോർക്കപ്പെട്ടിരിക്കുന്നുവോ അതേപോലെ നാഭൗ അർപ്പിതാഹ, ഈ ആരക്കാലുകൾ നാഭിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് അപ്രകാരം
ഈ ഭൂതഗ്രാമം, അതായത് വിഷയഗ്രാമം ഇന്ദ്രിയങ്ങളിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പ്രാണനിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രജ്ഞാമാത്രാഹ പ്രാണേ അർപ്പിതാഹ. ഇവിടെ പ്രജ്ഞാമാത്രാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ അവിടെ പ്രാണനിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സയേഷ പ്രാണയേവ പ്രജ്ഞാത്മാ. ആ പ്രാണനെയാണ് പ്രജ്ഞാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ജഡപ്രാണൻ എന്നുള്ള അർത്ഥം അല്ല എടുക്കേണ്ടത്, പകരം ചൈതന്യം തന്നെയാകുന്നു അവിടെ പ്രാണശബ്ദത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. ആനന്ദോ അജരോ അമൃത. ആ ചൈതന്യാത്മാവായിട്ടുള്ളതാണ് പ്രാണൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ആനന്ദ എന്ന്. ഇപ്പം സാധാരണ ജഡപ്രാണനെ നമ്മൾ ആനന്ദം എന്ന് പറയത്തില്ലല്ലോ, അതേപോലെ അജരഹ എന്ന് പറയത്തില്ല, അമൃതഹ എന്നും പറയത്തില്ല. അപ്പോൾ അമൃതസ്വരൂപവും അജരസ്വരൂപവും ആനന്ദസ്വരൂപവും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ചൈതന്യത്തെ തന്നെയാണ്. ഇപ്പം ചൈതന്യത്തോടാണ് ഈ പ്രാണനെ സമപ്പെടുത്തിയിരിക്കുന്നത്. സമ ആത്മേതി വിദ്യാത്. സ മേ ആത്മേതി വിദ്യാത്. ആ പ്രാണനെ എൻ്റെ ആത്മാവായിട്ട് അറിഞ്ഞാലും. അയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹു എന്ന് ബൃഹദാരണ്യോപനിഷത്തിൽ 2:5-19 മന്ത്രമുണ്ട്. സർവർക്കും അനുഭവമുള്ള പ്രത്യേകാത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു എന്ന്. അപ്പോൾ അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്ന അവനവനിലെ അഹമായിട്ടിരിക്കുന്നതിനെയാണ് ബ്രഹ്മവുമായിട്ട് സമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകാത്മാവായിട്ടാണ് ഒരുവനെ അറിയുന്നത് ഈ അഹത്തിന്. ആ പ്രത്യേകാത്മാവാണ് നമ്മൾ സാധാരണഗതിയിലെ ഒരുവനിലെ ചേതന എന്നും പറയുന്നത്. അപ്പോൾ ആ ചേതനയെ ബ്രഹ്മമായിട്ടാണ് ഇവിടെ സമപ്പെടുത്തി, ബ്രഹ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അയമാത്മാ ബ്രഹ്മ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഈ അയമാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമാത്മാ എന്ന് തന്നെ അർത്ഥമുള്ളൂ. ഈ ആത്മാ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യദേഹേ വർത്തമാനഃ എന്നുള്ള രീതി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മറ്റൊരുവൻ്റെ ശരീരത്തിൽ വർത്തിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലല്ലോ ഇവിടുത്തെ പ്രകൃതം. കാരണം പ്രസിദ്ധാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസിദ്ധം ലോകേ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധം അവനവൻ്റെ ആത്മാ എന്നുള്ളത് തന്നെയാണ് ഒരുവന് ഏറ്റവും പ്രകടമായിട്ടുള്ള സത്യം എന്ന് പറയാൻ സാധിക്കും. അന്യസ്യ ആത്മാ ന വേത്തി. സ്വയം അഹം മാം വിജാനാമി എന്നുള്ള രീതിയിലേ എടുക്കുന്നുള്ളൂ. അവിടെ മാം ആത്മാനം എന്നാണ് അർത്ഥം. ഞാൻ ആത്മാവിനെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കണം. മമാത്മാ എന്നുള്ള പ്രയോഗം ഉണ്ടെങ്കിൽ കൂടിയും അവിടെ മമാത്മാ എന്നുള്ള പ്രയോഗത്തിൽ എൻ്റെ ആത്മാ എന്ന് പറയുന്നതും ഞാൻ ആത്മാ എന്ന് പറയുന്നതും ഈ അഭിമാന തലങ്ങളെ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇന്ദ്രിയാത്മാ, ദേഹാത്മാ, പ്രാണാത്മാ, ബുദ്ധ്യാത്മാ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ആത്മശബ്ദം പലതിനോട് യോജിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെ കേവല ആത്മാ എന്ന് പറഞ്ഞാൽ അഹം മാത്രമേ ഉള്ളൂ. അപ്പം ദേഹാഭിമാനിയായിട്ട് അഹം ഗച്ഛാമി എന്ന് പറയുന്നു, ഇന്ദ്രിയാഭിമാനിയായിട്ട് അഹം ശൃണോമി എന്ന് പറയുന്നു, അഹം ചിന്തയാമി എന്ന് മനോഭിമാനിയായിട്ട് പറയുന്നു. അപ്പോൾ അവിടെയെല്ലാം ആണെങ്കിൽ അഭിമാനതലങ്ങളിൽ മാറ്റങ്ങളുണ്ട് എങ്കിലും അഹം എന്ന് പറയുന്നതിനകത്ത് ഒരു ഏകത ഉണ്ട്, ഒരു കേവലതയുണ്ട്. അഹത്തിന് അവിടെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് അവിടെ ഇതിനെ പറയുന്ന ഉപാധി സംബന്ധമായിട്ടുള്ള അഹമാണ് ഇതൊക്കെ. ആ ഉപാധി സംബന്ധമായിട്ടുള്ള അഹത്തിൻ്റെ നശ്വരതയെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഗോചരവും അറിയാവുന്നതുമാണ്. അതിനെ നമ്മൾ അറിയിപ്പിക്കേണ്ട കാര്യമില്ല, അറിയാവുന്ന കാര്യമാണ്. കാരണം ഗച്ഛാമ്യഹം എന്ന് പറയുമ്പോൾ ദേഹാഭിമാനിയാണ്, ശൃണോമ്യഹം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയാഭിമാനിയാണ്. അപ്പോൾ അഹം ബുദ്ധി ഗച്ഛതി, അതാണ് ഉപവിശാമി എന്ന് പറയുമ്പോൾ. അവിടെ ആ ഒരു ക്രിയാസംബന്ധമായിട്ടുണ്ടായിരുന്ന വിശേഷിയായിട്ടും ശേഷിയായിട്ടും ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം ബുദ്ധികളും അവിടെ മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്രകാരം ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെയാണ് പറയുന്നത് ഉപാധി സംബന്ധം എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ കേവലത്വം വന്നു കഴിഞ്ഞാൽ സർവോപാധി വിനിർമുക്തം. നമ്മളൊരു സർവോപാധി ശേഷി എന്നോ ശേഷം എന്ന് മറ്റോ പറഞ്ഞിട്ടൊരു ശേഷം എന്നുള്ളൊരു വാക്ക് എവിടെ ഒരെണ്ണം കണ്ടല്ലോ. അത് നമ്മൾ ഇതിൻ്റെ അധ്യാസഭാഷ്യത്തിൻ്റെ എവിടെയോ കണ്ടെന്ന് തോന്നുന്നു, ശേഷി എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതാണ് അയമാത്മ. ആ അയമാത്മാ ബ്രഹ്മ എന്ന്.
അപ്പോൾ അപ്പോൾ ഇവിടെ സംശയം എന്നിട്ട് മാറുന്നില്ല. അയമാത്മാ ബ്രഹ്മ ഓക്കെ, മമ പ്രാണഹ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മാം എന്നുള്ള പ്രയോഗമാണ്. ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ഉപാസിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഉപാസിക്കൂ എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ഏത് ഇന്ദ്രൻ്റെ ആത്മാവിനെയാണോ, വീണ്ടും പഴയ മാതിരി ചോദ്യം കിടക്കുകയാണ്, ഇന്ദ്രൻ്റെ ആത്മാവിനെയാണോ ഉപാസിക്കുന്നത്, അതപ്പോൾ അത് സ്വാഭാവികാത്മാവായി, അങ്ങനെയാണോ നിരുപാധികാത്മാവിനെയാണോ ഉപദേശിക്കുന്നത്, ഇതെന്ന് പറ എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം അവശേഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ സൂത്രം പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രദൃഷ്ട്യാതുപദേശോ വാമദേവവത് എന്ന്. അപ്പം വാമദേവൻ്റെ പോലെ, വാമദേവൻ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഋഷിയാണ്. ആ ഋഷി നമ്മളെ മണ്ഡോപനിഷത്തിലോ എന്നിട്ട് എവിടെയോ നമ്മൾ കാണുകയുണ്ടായി. ആ ഋഷിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് വാമദേവ ഋഷി ഈ ഉദരത്തിൽ വെച്ച്, മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ജ്ഞാനം ലഭിച്ചു എന്നാണ് കഥ. അങ്ങനെയുള്ള ഋഷി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഋഷിയുടെ പ്രസ്താവന ഇതാണ്: ഞാൻ തന്നെ മനു, ഞാൻ തന്നെ സൂര്യൻ, ഇപ്രകാരം അഹം പരമാത്മ എന്ന രീതിയിൽ വാമദേവ ഋഷി പറഞ്ഞിട്ടുണ്ട്. അപ്പം വാമദേവ ഋഷി അഹം മനു അഹം സൂര്യ എന്നൊക്കെയുള്ള പ്രസ്താവന നടത്തിയപ്പോൾ അതേപോലെ ആണ് ഇവിടുത്തെ ഇന്ദ്രൻ്റെ പ്രസ്താവനയും എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഏതൊരു വ്യക്തി, അത് ദേവതയാവട്ടെ മനുഷ്യനാവട്ടെ ആരാവട്ടെ, ഏതൊരു വ്യക്തി അവിടെ ബ്രഹ്മത്തെ അറിയുന്നുവോ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ബ്രഹ്മം, ആ വ്യക്തിയാണ് ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സബ്രഹ്മസ ശിവ, നമ്മൾ മറക്കരുത്. സബ്രഹ്മസ ശിവ സഹരി എന്ന് പറയുന്നതിനകത്ത് അത് കേവലം സബ്രഹ്മസ ശിവ സഹരിയിൽ ഒതുങ്ങുന്നതല്ല. കാരണം നമ്മൾ സർവം ഖല്ലിതം ബ്രഹ്മയാണ്, എല്ലാം ബ്രഹ്മമാണ്. പിന്നെ വിശേഷകരമായിട്ട് നമ്മൾ എന്തിനെങ്കിലും പറയണമെങ്കിൽ, ആരെങ്കിലും പറയണമെങ്കിൽ അതെടുത്ത് പറഞ്ഞിട്ടും പറയാം അവിടെയും ബ്രഹ്മമാണെന്ന്. അതായത് ഭഗവാൻ ആ ഇതുണ്ടല്ലോ, വിഭൂതി യോഗത്തിൽ ഓരോന്നിനെയും എടുത്തിട്ട് ഞാനാണെന്ന് പറയുന്നത് പോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യേഷു നരാണാം നരേന്ദ്രോഹം, നരന്മാരിൽ ഞാൻ നരേന്ദ്രനാണെന്നുള്ള പ്രയോഗമുണ്ടല്ലോ. അപ്പോൾ രാജാവ് എന്ന് കണ്ടു. അപ്പോൾ മുഴുവൻ മാനവരും ഉണ്ടായത് മനുവിൽ നിന്നാണ്. അതുകൊണ്ട് മനുരഹം, മനു ഞാനാകുന്നു എന്ന്. മനു ജനിച്ചത് സൂര്യനിൽ നിന്നാണ്, അതുകൊണ്ട് സൂര്യൻ ഞാനാകുന്നു. അപ്പോൾ ഈ മാതിരിയുള്ള പ്രസ്താവനകൾ കാണാം ഭഗവാൻ പറയുന്നത് പോലെ. അപ്പോൾ പറയുന്ന രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ അതായത് ബ്രഹ്മമാണ് സൂര്യനായി തീർന്നത്, ബ്രഹ്മമാണ് മനുവായി തീർന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമാകുന്നു. അങ്ങനെ വരുമ്പോൾ അറിയുന്നവൻ പറയുന്നു മനു ഞാൻ തന്നെയാകുന്നു. ഞാൻ ബ്രഹ്മമാണ്, മനു ഞാനാണ്. ഞാൻ ബ്രഹ്മമാണ്, സൂര്യൻ ഞാനാണ്. അപ്പോൾ അതേമാതിരി എടുക്കണം ഇവിടെയും. അതിനാണ് വാമദേവ വത് എന്ന് പറയുന്നത്. ശാസ്ത്രദൃഷ്ട്യാതു ഉപദേശ എന്ന്. അപ്പോൾ അതെന്താ? അത് ശാസ്ത്രദൃഷ്ടിയിലുള്ള ഉപദേശമാണ് എന്ന്. അതായത് ഇവിടെ ഇപ്പോൾ മാം ഉപാസ്വ എന്ന് പറയുന്നത് സോപാധിക അല്ലെങ്കിൽ ദേവതാരൂപമായിട്ടുള്ള ഒരു പരിമിതാത്മസ്വരൂപത്തിലോ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ ഉപാസിക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ശാസ്ത്രദൃഷ്ട്യാ ഉപദേശമാണ്. ശാസ്ത്രദൃഷ്ട്യായുള്ള ഉപദേശം എന്ന് പറയുന്നത് സർവഭൂതാന്തരാത്മാ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. മമാത്മാ സർവഭൂതാത്മാ, ഇതാണ് എൻ്റെ ആത്മാ സർവഭൂതാത്മാവാണ്. അപ്പോൾ ഈ ഒരു ദൃഷ്ടിയിലാണ് വാമദേവൻ്റെ പറച്ചിൽ അഹം മനുരഹം സൂര്യ എന്നൊക്കെയുള്ള പ്രയോഗം നടത്തിയത്. ആ ദൃഷ്ടിയിലാണ് ഇവിടെ. അതായത് ശാസ്ത്രവിരോധമല്ല ഇന്ദ്രൻ്റെ ആ പ്രസ്താവന, എന്നെ ഉപാസിക്കൂ നിനക്ക് മുക്തി ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് അഹമാത്മാ എന്ന് സ്വയം അറിയാം. അതിനാൽ ഇന്ദ്രൻ എന്നെ ഉപാസിക്കൂ എന്ന് പറയുമ്പോൾ ആത്മാവിനെ ഉപാസിക്കൂ എന്ന് തന്നെയാണ് അർത്ഥമെടുക്കേണ്ടത്. അല്ലാതെ ദേവതാരൂപമായ ഇന്ദ്രനെ ഉപാസിക്കാൻ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള ഇന്ദ്രനെ ഉപാസിക്കാനോ ആ വിശിഷ്ട വ്യക്തിയുടെ പ്രാണനെ ഉപാസിക്കുവാനോ അല്ലെങ്കിൽ ആ വിശിഷ്ട വ്യക്തിയുടെ ആത്മാവിനെ ഉപാസിക്കുവാനോ അല്ല പറഞ്ഞത്. വിശിഷ്ട വ്യക്തി എന്ന് പറയാൻ വിശിഷ്ട ദേവത എന്ന് പറഞ്ഞു. ദേവതയുടെ ആ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളിവിടെ സ്വീകരിക്കണം. ജീവമുഖ്യ പ്രാണലിംഗാത്നേതി ചേത് നോപാസ്യത്രൈവിദ്യാ
ത്രൈവിദ്യാദാശ്രിതത്വാദിഹ തദ്യോഗാത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ജീവമുഖ്യ പ്രാണലിംഗാത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ജീവനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ജീവനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്. പ്രാണലിംഗം എന്നവിടെ പറയുന്നത് ജീവൻ, പ്രാണൻ, ഇതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ അത് ജീവനുമായിട്ട് സംബന്ധിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവനെന്നും പ്രാണനെന്നും ഉള്ളതാണല്ലോ ഇവിടുത്തെ മുഖ്യ ലിംഗമായിട്ട് നിൽക്കുന്നത്. കാരണം അതാണല്ലോ ഇവിടുത്തെ പരാമർശ വിഷയമായിട്ട് നിൽക്കുന്നത്. അതാണ് എന്നുള്ള രീതിയിൽ ന ഇതി ചെയ്ത്, അങ്ങനെ ലിംഗാത് ന ഇതി ചെയ്ത് നോപാസ്യ ത്രൈവിദ്യാദ് ആശ്രിതത്വാദ് ഇഹ തദ്യോഗാത്. എങ്കിൽ എടുക്കേണ്ടത് ഇങ്ങനെയാണ്: അധ്യാത്മസംബന്ധം അധികമായി കാണപ്പെടുന്നത് കൊണ്ട് ബാഹ്യമായ ദേവതാത്മാവിൻ്റെ ഉപദേശമല്ല ഇത് എന്നത് ശരി തന്നെ. എങ്കിലും പരബ്രഹ്മവാക്യമാണിതെന്ന് വരാൻ തരമില്ല എന്ന് പൂർവപക്ഷി പറയുന്നു. അപ്പം അങ്ങനെ പൂർവപക്ഷി പറയുമ്പോൾ എന്തായാലും മറുപടി കൊടുക്കേണ്ടത് യോ വൈ പ്രാണഃ സാ പ്രജ്ഞാ യാ വൈ പ്രജ്ഞാ സ പ്രാണഃ സഹ ഹ്യേതാവസ്മിൻ ശരീരേ വസതഃ സഹ ഉത്ക്രാമതഃ. പ്രാണൻ ഏതെന്നാണോ അതുതന്നെ പ്രജ്ഞ, പ്രജ്ഞ ഏതെന്നാണോ അതുതന്നെ പ്രാണൻ എന്നൊരു പ്രസ്താവനയുണ്ട്. അതായത് ബ്രഹ്മലിംഗത്വം ഇവിടെയുണ്ട്. നമ്മൾ സ്പഷ്ട ബ്രഹ്മലിംഗവാചകം എന്ന് പറയുന്നില്ലേ, അതിവിടെ ഉള്ളത് കാരണം ഇവിടെ ന പ്രാണേന ന അപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിന്നേതാ ഉപാശ്രിതൗ എന്ന്. അതായത് കഠോപനിഷത്തിൽ നമുക്ക് കാണാം ന പ്രാണേന ന അപാനേന, പ്രാണനെ കൊണ്ടോ അപാനെ കൊണ്ടോ ആരും ഇവിടെ ജീവിക്കുന്നില്ല. ഇതരേണ തു ജീവന്തി, അതായത് ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാ അസ്തി ചേത് സജീവതി, ഇത്രയേ ഉള്ളൂ. ആത്മാവുണ്ടെങ്കിൽ അവൻ ജീവിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രാണനുണ്ടെങ്കിൽ എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അപാനനുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ഒരു പ്രാണനെ കൊണ്ടുമല്ല, യഥാർത്ഥത്തിൽ പ്രാണനെ കൊണ്ടുമല്ല അപാനെ കൊണ്ടുമല്ല ആത്മാവിനെ കൊണ്ടാണ് എന്ന് ശ്രുതി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യത് വാചാനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസത്തെ. നമ്മൾ ഇത് കേനോപനിഷത്തിൽ മാത്രം കണ്ടതാ. യത് വാചാനഭ്യുദിതം, വാക്കുകൊണ്ട് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. പിന്നെ യേന വാഗഭ്യുദ്യതേ, ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ ഏതൊന്നിനാൽ വാഗിന്ദ്രിയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തദേവ ബ്രഹ്മത്വം വിദ്ധി, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും നേതം യതിതം ഉപാസത്തെ, ഇത് എന്ന് വ്യവഹരിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ എന്തിനെ നാം ഉപാസിച്ചാലും അത് ബ്രഹ്മമാവത്തില്ല എന്ന്. അപ്പോൾ ഇതം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് ബ്രഹ്മമാവത്തില്ല എങ്കിൽ പിന്നെ എന്ത് തന്നെ ബ്രഹ്മമാകും? അഹം എന്ന് എവിടെ പറയാൻ പറ്റുന്നു അവിടെ മാത്രമേ ബ്രഹ്മമാവാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെ കാണാം. നേതം യതിതം ഉപാസത്തെ എന്ന്. അപ്പം ഇതം എന്നുള്ളത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്യം എന്നുള്ള അർത്ഥം കിട്ടി. അന്യമായിട്ട് ഉള്ളതല്ല ബ്രഹ്മം, പിന്നെ ഉള്ളത് എന്താ? സ്വാത്മാവായിട്ടുള്ളതാകുന്നു ബ്രഹ്മം. അതായത് തദേവ ബ്രഹ്മത്വം വിദ്ധി എന്നവിടെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ അന്യമായിട്ടല്ല നിൽക്കുന്നത്, സ്വാത്മാവായിട്ട് നിൽക്കുന്നത്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രഹ്മത്തെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടല്ലോ. തേജസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പരേ ദിവി എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കുക്ഷിയിലുള്ള അഗ്നിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് സംബന്ധമെന്ന്, അപ്പോൾ അതേപോലെയുള്ള ഒരു പ്രസ്താവന പോലെ നമുക്കിതും തോന്നും. അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് അവിടെ കാണാം പരോക്ഷം എന്നുള്ള ഒരു പരോക്ഷത്തിൻ്റെ ആ ഒരു ദൃഷ്ടിയിലേക്കാണ് നമ്മൾ അവിടെ പോകുന്നത്. പരോക്ഷത്തിൽ നിൽക്കുന്ന ചേതനയും അതേമാതിരി ഇവിടെ
ഒരുവൻ്റെ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കുക്ഷിയിലുള്ള അഗ്നി എന്നുള്ളത് അവിടെ ഒരു ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികതയെ തന്നെയാണ്. അപ്പോൾ കുക്ഷിയിലുള്ള അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്നി വെറും ഒരു സമാനിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുണ്ടായി. കുക്ഷിയിലുള്ള അഗ്നി അവിടെ തുടക്കം മാത്രമാണ്. കുക്ഷിയിലുള്ള അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേതനയെ തന്നെയാണ്, ദേഹവർത്തിയായിട്ടുള്ള ചേതനയെ തന്നെയാണ് എന്നാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടെത്തിയത്. അപ്പം ദേഹവർത്തിയായിട്ടുള്ള ചേതനയാണ്. അങ്ങനെ അധിദേവതയും അധ്യാത്മം എന്ന് പറയുന്നത് തമ്മിലുള്ള ഭേദമില്ലായ്മ യോസാവസൗ പുരുഷ സോഹമസ്മി എന്ന് പറയുന്നതിന് സമമായിട്ടുള്ള പ്രസ്താവനയായിട്ടാണ് അവിടെ നമ്മൾ കാണേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ മുക്തി സാധ്യമാവത്തുള്ളൂ. ഈ പുരുഷൻ ഞാൻ തന്നെയാകുന്നു, അതായത് അഹം എന്ന രീതിയിൽ സാക്ഷാത്കരിക്കാൻ എവിടെ സാധ്യമാകുന്നുവോ, അത് ബ്രഹ്മത്തെ അഹമായിട്ട് എവിടെ സാക്ഷാത്കരിക്കാൻ സാധ്യമാകുന്നുവോ അവിടെയാണ് സാക്ഷാത്കരിക്കൽ എന്ന് പറയുമ്പോൾ അറിയലാണ്. അനുഭവം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം അഹം എപ്പോഴും അഹം അന്യമായിട്ട് അനുഭവിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. അഹം പിന്നെ അനന്യമായിട്ടൊരു അനുഭവം എന്ന് പറയുന്നതും സാധ്യമല്ല. അതിപ്പം നമുക്ക് ഒരു സാധനം എടുത്ത് നമുക്ക് തലയിലോട്ടെടുത്ത് വെക്കാം, തലയിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ മാതിരിയാണത്. അനന്യമായിട്ടുള്ളതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നാവിനെ രുചിക്കാൻ പറ്റുക, കണ്ണിനെ കാണാൻ പറ്റുക, ചെവിക്ക് ചെവിയെ കേൾക്കാൻ പറ്റുക. ആരെങ്കിലും ചെവിക്കല്ലിട്ട് അടി തന്നു കഴിഞ്ഞാൽ ചിലപ്പം ശബ്ദം കേൾക്കുമായിരിക്കും, അത് വേറെ കാര്യം. അതല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. തൊക്കിനെ അതായത് തൊക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് സ്പർശിക്കുന്നില്ല, ഒരു വിരലിൻ്റെ അഗ്രത്തിന് ആ അഗ്രത്തെ തന്നെ സ്പർശിക്കും. അപ്പോൾ അന്യത്വം എന്ന് പറയുന്നത് അത് പറ്റത്തില്ല. അതാണ് അനന്യത്വം. അങ്ങനെ അനന്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അനുഭവം എന്ന് പറയുന്നത് സാധ്യമല്ല. അനുഭവം സാധ്യമല്ലാതിരിക്കുമ്പോൾ അഹം എന്ന് പറയുന്നത് അഹം വിജാനാമി മാമസ്മീതി അഹമസ്മീതി മാം മമാത്മ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇല്ല എന്നും പറയാൻ സാധ്യമല്ല. അനുഭവത്തിലൂടെയാണ് അറിയേണ്ടത് എന്ന് പറയാൻ സാധ്യമല്ല. അനുഭവമില്ലാതെ തന്നെയാണ് അനുഭവിയാകും ആത്മാവിതെന്നറിഞ്ഞിടണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസ്താവനയുണ്ടല്ലോ. അനുഭവി ആയിട്ട് അറിയാം, അതാണ്. അത് ആ അറിവാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കണം, അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അനുഭവിയെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ പ്രയോഗങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഓട്ടമാണ്, കാണാൻ ഓട്ടമാണ്. ഇവിടെ ഓടിപ്പോയി കഴിഞ്ഞാൽ അവനവൻ്റെ മുഖം കാണാനുള്ള ഓട്ടമാണ്. ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഓടുന്നവൻ അതാണ്. ഓടുന്നവൻ്റെ മുഖമാണ് ഇവന് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇത് മുമ്പ് ഒരിടത്തുണ്ടല്ലോ, സമേ ആത്മേതി വിദ്യാത്, എൻ്റെ ആത്മാവെന്ന് അറിയണം എന്ന്. എന്നുവെച്ചാൽ വാചം വിജിജ്ഞാസീത വക്താരം വിദ്യാത്, പറയുന്നവനെ അറിയുക. പറച്ചിലിനെ അല്ല അറിയേണ്ടത്, പറയുന്നവനെ അറിയുക എന്നൊക്കെ ഉള്ള പ്രയോഗം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കുകയാണ്. ഈ 31ാമത്തെ മന്ത്രത്തിൽ ജീവമുഖ്യ പ്രാണലിംഗാത് നേതി ചേന്നോപാസ ത്രൈവിദ്യാത് ആശ്രിതത്വാത് ഇഹ തദ്യോഗാത്. ഏതെങ്കിലും നമ്മളൊരു സൂത്രം വിട്ടുപോയോ? ഇടയ്ക്ക് ഒരു സൂത്രം ഉണ്ടായിരുന്നല്ലോ. ഇത് തന്നെ. ഇതിനകത്ത് സൂത്രമല്ല, ആ ഒരു പ്രയോഗമുണ്ട്. ന വക്തുരാത്മോപദേശാദിതി ചേത് അധ്യാത്മസംബന്ധ ഭൂമാഹ്യസ്മിൻ. അവിടെ ആ ഭൂമ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. ഭൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംബന്ധ ഭൂമാഹ്യസ്മിൻ, സംബന്ധം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രത്യേകാത്മ. ഈ പ്രത്യേകാത്മ സംബന്ധമായിട്ടുള്ളതാണ് ഭൂമ അസ്മിൻ. അത് അസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആധ്യാത്മ്യ സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭൂമ എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ളത്. അതായത് ദേവതാ സംബന്ധമായിട്ടുള്ള കാര്യമല്ല, അധ്യാത്മ സംബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നവിടെ സ്ഥാപിച്ചു. അതാണ് ഈ വക്താവിൻ്റെ ആത്മാവിനെ കുറിച്ചെന്ന് പറയുമ്പോൾ അത് വക്താവ് ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ ആത്മാവോ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ പ്രാണനോ അല്ലെങ്കിൽ ഇന്ദ്രനെ കുറിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അത് അധ്യാത്മം എന്ന് പറയുന്നത് അല്ല. പക്ഷെ ഇവിടെ എന്താ സന്ദർഭവേദ? ഇവിടെ അധ്യാത്മ സംബന്ധ ഭൂമ എന്ന് പറഞ്ഞാൽ അധികം, അധ്യാത്മ സംബന്ധമാണ് അധികമായിട്ടുള്ള ഈ ഭാഗത്തുള്ളത്. അതിനാൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത് അന്യസ്യ
മമാത്മനഃ എന്നുള്ള അർത്ഥം എടുക്കരുത്, മമാത്മാ എന്ന് തന്നെ അർത്ഥം എടുക്കണം. മമാത്മാഹമേവ എന്നുള്ള രീതിയിൽ ആത്മ എന്നുള്ള അർത്ഥം എടുക്കണം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സ്പഷ്ട ബ്രഹ്മലിംഗവാചകത്തെ പരാമർശിക്കുന്നതായിട്ടുള്ള ഈ പ്രകരണങ്ങളെല്ലാം ഇവിടുത്തെ ഒന്നാം പാദത്തിൽ അവസാനിച്ചു. ഇപ്പം രണ്ടാം പാദം എടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അസ്പഷ്ട ബ്രഹ്മലിംഗവാചകങ്ങളാണ് അവിടെ കിടക്കുന്നത് തോന്നുന്നത്.